കുക്ക് ആൻഡ് ചിൽ വീഡിയോസിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശീമച്ചക്ക കൂട്ടുകറിയാണ് വയ്ക്കുന്നത്. നോക്കിക്കോളൂ, ഒരു ഫുൾ ശീമച്ചക്ക എടുത്ത് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. നോക്കിക്കോളൂ, എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാൻ ഈ ശീമച്ചക്ക വയ്ക്കുന്നത്. കുക്കറിലാണ് വയ്ക്കുന്നത്, എളുപ്പമായിട്ട് നമുക്ക് ചേർക്കാം. അടുത്ത കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി മതി, അല്ലെങ്കിൽ എരി കൂടിപ്പോകും. ഓക്കെ, കുറച്ച് മുളക് പൊടി മതി, 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഗരം മസാല ഇടണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇടുക, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഹിമാലയൻ്റെ കല്ലുപ്പ്, അത് ശകലം ഒഴിക്കുക. പിന്നെ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് കുക്കറിൽ നമുക്ക് ഇപ്പം തന്നെ വേവിച്ചെടുക്കാം. നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇടിച്ചൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് മൺചട്ടിയിലാക്കി പകർന്നതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് തേങ്ങാപ്പാലും കരിയേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കുറുക്കി, ആവശ്യത്തിന് വേണമെങ്കിൽ ഇനിയും ഉപ്പ് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹെൽത്തി ശീമച്ചക്ക കറിയാണ്. കാര്യം വെച്ചാൽ ഇതിൽ ഒട്ടുമേ ഓയിൽ കണ്ടൻറ്റ് ഇല്ല. അങ്ങനത്തെ കുക്കിംഗാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കുക്ക് ആൻഡ് ചില്ല് വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കാണാൻ ലൈക്ക് ബട്ടണും ബെൽ ബട്ടണും അമർത്തുക. എന്തായാലും വീഡിയോസായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് വരുന്നതാണ്.